ഞങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പ് നേരെ ഗോവയിലോട്ടായിരുന്നു കേട്ടോ. ഞാൻ ട്രെയിനിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ എൻ്റെ ഉറക്കക്ഷീണമൊക്കെ മാറി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും മണ്ണിൽ കാപ്പി വാങ്ങിച്ചു തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാപ്പിയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടവിടെ ഇരുന്നു. ഞങ്ങൾ തലേ ദിവസം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേന്ന് ദിവസം ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മഡ്ഗോവയിൽ എത്തിയത് കേട്ടോ. ഞങ്ങൾ മഡ്ഗോവ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 സ്ഥലത്ത് നിന്ന് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് കല്യാണത്തിന് മുമ്പ് ബാച്ചിലേഴ്സ് ട്രിപ്പ് ഗോവയിലോട്ട് വരണമെന്നാണ് കേട്ടോ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാൻ, കപ്പിൾസ് ട്രിപ്പ് ആയിപ്പോയി. ഇനി ആൾ ശരിക്കും എൻജോയ് ചെയ്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഗോവയിൽ വരുന്നത്. സോ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നമ്മുടെ ഗൂഗിൾ അമ്മച്ചീനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ നടന്നാണ് കേട്ടോ അവിടം വരെ പോയത്. അങ്ങനെ സുമിക്കുട്ടി അങ്ങനെ ഗോവയിൽ എത്തിയിട്ടുണ്ട്. എന്താ ഇങ്ങോട്ട് നോക്കാത്ത ക്യാമറ? ഞങ്ങളുടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ആ ഹോട്ടലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നടന്ന് കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ ഹോട്ടലിലോട്ട് എത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളെ ഗൂഗിൾ അമ്മച്ചി ചതിച്ചു. ഞങ്ങൾക്ക് കുറച്ചധികം നടക്കേണ്ട വന്നു കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ അടുത്താണ്, പക്ഷേ കുറച്ചധികം നടക്കേണ്ട വന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്നത് ഹോട്ടൽ ജ്യോതി പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഓഫർ ചെയ്തത് അനിലിൻ്റെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ജോ എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ജോ ചേട്ടനാണ് നമുക്ക് വേണ്ടുന്ന എല്ലാ ഇതും സെറ്റ് ചെയ്തത് ഇവിടെ. അപ്പോൾ ചേട്ടനൊരു വലിയ താങ്ക്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ വന്നു. റൂമൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് റൂം ബോയ് കൊണ്ടുപോയി കേട്ടോ. പിന്നെ റൂമെന്നൊക്കെ പറഞ്ഞാൽ നല്ല സെറ്റപ്പായിരുന്നു. നല്ല ഡബിൾ ബെഡും വലിയൊരു മിററും പിന്നെ നമുക്ക് വേണ്ടി കബോർഡും പിന്നെ നല്ല സൂപ്പർ ബാത്റൂമൊക്കെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു ഗൈസ്. പിന്നെ അവിടുത്തെ അന്നത്തെ ദിവസം ഞങ്ങൾ ആ ഹോട്ടലിൻ്റെ തന്നെ കഫറ്റീരിയയിലാണ് കേട്ടോ പോയത്. അപ്പോൾ കഫേയിൽ ചെന്ന് ഫുഡ് ഒക്കെ സൂപ്പറായിരുന്നു. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. ആൾ സത്യം പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി കഴിക്കാത്ത ആളാണ്. പക്ഷെ അന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. ഡ്രസ്സൊക്കെ വീണ്ടും മാറി, കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ വീണ്ടും മാറി. ഞങ്ങൾ അന്നത്തെ ദിവസം ഒന്നും കൂടി ഒന്ന് ചുറ്റിയടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊന്നും അന്നത്തെ ദിവസം തന്നെ എടുത്തില്ല. വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമായേനെ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് വണ്ടിയൊന്നും സെറ്റ് ചെയ്തില്ല. ഞങ്ങൾ അടുത്തുള്ള, അതായത് ഞങ്ങളുടെ ഹോട്ടലിന് അടുത്തുള്ള സ്ഥലത്ത് മാത്രം, അതായത് ഒരു പള്ളി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാർക്ക്. ഈ പള്ളിയുടെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കുറച്ചിങ്ങോട്ട് മാറി ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മാത്രമേ ഞങ്ങൾ അന്നത്തെ ദിവസം പോയുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അതുവഴി അതായത് നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന കാഴ്ച കാണാനായിട്ടും ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ഞങ്ങൾ പിന്നെ ഇതുവഴിയൊക്കെ നടന്നു. ആദ്യം ഒരു പള്ളിയിൽ പോയി, പക്ഷേ ആ പള്ളി അടച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു മാരേജ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു പോന്നു. പിന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിലൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും വന്ന് മസാല ദോശ കഴിച്ചു കേട്ടോ. അവിടെ ഭയങ്കര കത്തിയാണ് സത്യം പറഞ്ഞാൽ. ഫുഡിനും ഞങ്ങൾക്ക് വണ്ടിയും പിന്നെ പെട്രോളും അതിനൊക്കെ ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് കാശ് ശരിക്കും പറഞ്ഞാൽ ചിലവായത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വന്നു. 2-3 റീലൊക്കെ എടുത്തു. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഗോവയിൽ ചെന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ. അടുത്ത വീണ്ടും കാണാം.